നീലാകാശത്തിൻ്റെ സുന്ദരമായ ക്യാൻവാസിൽ ചിത്രം വരച്ചതുപോലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വേളിമല. വേളിമലയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ നിർമ്മിച്ച അതിസുന്ദരമായ ഒരു കൊട്ടാര സമുച്ചയത്തിന് മുന്നിലാണ് നാം ഇന്നുള്ളത്. പത്മനാഭപുരം കൊട്ടാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനവും അതിമനോഹരവുമായ ഒരു കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. ഇന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുശില്പ ശൈലിയിൽ അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് കൊട്ടാരത്തിലെവിടെയും. 1601 ഈ കൊട്ടാരം നിർമ്മിച്ചതായി കരുതപ്പെടുന്നത്. അന്നത്തെ വേണാട് രാജാവ് ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാര നിർമ്മാണം ആരംഭിച്ചതായി കരുതുന്നത്. എന്നാൽ 1741 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന മനോഹര ശില്പമായി കൊട്ടാര നിർമ്മാണം പൂർത്തീകരിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, ഇവിടെ നിന്നും 58 കിലോമീറ്റർ മാത്രമാണ് കൊട്ടാരത്തിലേക്കുള്ള ദൂരം. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബസ്സുകൾ യഥേഷ്ടമുണ്ട് ഇവിടെ. കേവലം 1.5 മണിക്കൂർ യാത്രയിൽ നമുക്ക് കൊട്ടാരത്തിൽ എത്തിച്ചേരാം. രാജഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണസിരാകേന്ദ്രമായിരുന്നു പത്മനാഭപുരം കൊട്ടാരം. എന്നാൽ പിൽക്കാലത്ത് 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു. അതോടെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും പ്രൗഢിക്കും തലയെടുപ്പിനും തെല്ലും കുറവുണ്ടായില്ല. തിരുവിതാംകൂറിൻ്റെ യശസ് വിളിച്ചോതി തല ഉയർത്തി തന്നെ നിലകൊണ്ടത് ചരിത്രം. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. കവാടം കടന്നാൽ നമ്മൾ എത്തുക കൊട്ടാരത്തിൻ്റെ അതിവിശാലമായ മുറ്റത്തേക്കാണ്. തിരുവിതാംകൂറിലെ കൊട്ടാരങ്ങളുടെ പൊതു സവിശേഷതയും ഇത്തരത്തിലുള്ള വിശാലമായ മുറ്റം തന്നെയാണ്. ഇടതുവശത്തായി കാണുന്ന കൊട്ടാര ഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇന്ന് അവധി ദിവസമായിട്ട് കൂടി സഞ്ചാരികളുടെ അഭൂതപൂർവമായ തിരക്കാണ് കാണുന്നത്. പഴയ തിരുവിതാംകൂർ രാജാക്കന്മാർ എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് 400 വർഷത്തെ ചരിത്രം പേറുന്ന കൊട്ടാര തടങ്ങൾ തേടിയുള്ള ഈ ജനസഞ്ചയം. നമിക്കുന്നു. പ്രവേശന ടിക്കറ്റ് എടുത്ത് ഞങ്ങളും കൊട്ടാരത്തിനുള്ളിലേക്ക്. വലിയ ക്യൂ ആണ്. അതിൽ ഞങ്ങളും കണ്ണിയായി മാറി. ഒരാൾക്ക് 50 രൂപയാണ് നിരക്ക്. മൊബൈൽ ഫോണിന് 10 രൂപ, ഡിജിറ്റൽ ക്യാമറയാണെങ്കിൽ 250 രൂപ നൽകേണ്ടി വരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. തിങ്കൾ അവധി ദിവസമാണെന്ന കാര്യം മറക്കണ്ട. കൊട്ടാരത്തിലെ നടമാളികയിൽ വൻ തിരക്കാണ് കാണുന്നത്. സഞ്ചാരികളുടെ മുഖത്ത് അത്ഭുതവും ആകാംക്ഷയും മിന്നിമറയുന്നതും ഗതകാല സ്മരണകളുടെ ദീർഘശ്വാസവും എനിക്ക് കാണാനായി. കൊട്ടാരത്തിൻ്റെ പൂമുഖ മാളികയിലാണ് നാം ഇപ്പോൾ. തടിയിൽ തീർത്ത കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളാണ് ശില്പങ്ങൾ നിറഞ്ഞ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്നത്. തൂണുകളിലെ ചിത്രപ്പണികൾ കണ്ട് മറ്റൊരു ലോകത്തെത്തി നിൽക്കുന്ന സഞ്ചാരികളെ നമുക്കിവിടെ യഥേഷ്ടം കാണാം. അക്കാലത്ത് മഹാരാജാക്കന്മാർ അതിഥികളെ സ്വീകരിച്ചിരുന്നത് ഈ പൂമുഖമുറ്റത്താണ്. മഹാരാജാവും രാജപ്രമുഖരും ചവിട്ടി നിന്നിരുന്ന പൂമുഖ പടിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നീളൻ കരിങ്കൽ തൂണുകളും വ്യത്യസ്തങ്ങളായ പൂക്കൾ കൊത്തിവച്ച തടിയിൽ തീർത്ത സുന്ദരമായ മേൽക്കൂരയും ആണ് ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത്. 90-ലധികം വ്യത്യസ്തവും മനോഹരമായ പൂക്കളുണ്ട് മേൽക്കൂരയിൽ. ഇതാണ് അശ്വാരൂഢ വിഗ്രഹമുള്ള തൂക്കുവിളക്ക്. ഇത് ഒരു കാലത്ത് കൊട്ടാരത്തിൻ്റെ പൂമുഖ പടിക്ക് ഇളം വെളിച്ചം പകർന്നിരുന്നു. വിളക്കെണ്ണത്തുള്ളികൾ തറയിൽ വീണ് പടരാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള പിച്ചള തട്ടത്തിന് ഇന്നും ഒരു കോട്ടവും വന്നിട്ടില്ല. ചൈനക്കാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സമ്മാനിച്ച സിംഹാസനവും കരിങ്കൽ കട്ടിലും നമുക്കിവിടെ കാണാനാകും. തൂണുകളെ അലങ്കരിക്കുന്ന വാഴക്കൂമ്പ് മാതൃകയിലുള്ള ശില്പങ്ങളാണ് ഇവിടെയും.
ഇതാണ് പത്മനാഭപുരം പാലസിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ്, പ്രശസ്തമായ നാഴികമണി. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവ് 1840 സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. അന്നത്തെ തിരുവിതാംകൂറിൻ്റെ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൾഡിക്കൂട്ട് മദിരാശിയിൽ നിന്നും 2 ഭീമൻ നാഴികമണികൾ കൊണ്ടുവന്നു പോരും. അതിലൊന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഇന്ന് പ്രശസ്തമായി അറിയപ്പെടുന്ന മേത്തൻമണി എന്ന നാഴികമണിയാണ്. മറ്റൊരെണ്ണം പത്മനാഭപുരം പാലസിലും സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. കൊട്ടാരത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ മണിനാദം ഒരിക്കൽ പ്രതിധ്വനിച്ചിരുന്നു. ഡച്ച് സാങ്കേതിക വിദ്യയിലുള്ള ഈ അത്ഭുത ഘടികാരം അന്ന് പ്രജകൾക്ക് കൃത്യസമയം സമ്മാനിച്ചതുപോലെ തന്നെ കൃത്യത പാലിച്ച് ഇന്നും കാലത്തിനൊപ്പം ഒഴുകുന്നത് മറ്റൊരത്ഭുതം. ഇക്കാണുന്ന കുത്തനെയുള്ള തടികൾ കൊണ്ട് നിർമ്മിച്ച ഏണിപ്പടികൾ കയറിയാൽ ചെന്നെത്തുക 1-ാം നിലയിലെ മന്ത്രശാലയിലേക്കാണ്. കാലമേറെ പിന്നിട്ടിട്ടും ഏണിപ്പടിയുടെ ദൃഢതയ്ക്ക് കുറവൊന്നും വന്നിട്ടില്ല. പക്ഷേ തല തട്ടാതെ സൂക്ഷിക്കണം, തലയല്ലേ പ്രധാനം. ഇതാണ് കൊട്ടാരത്തിലെ സുപ്രധാനമായ മന്ത്രശാല. ഇവിടെ നമുക്ക് മഹാരാജാവിൻ്റെയും മറ്റു മന്ത്രിമാരുടെയും ഇരിപ്പിടങ്ങൾ കാണാം. രാജഭരണകാലത്തെ പല സുപ്രധാനമായ തീരുമാനങ്ങളും രാജശാസനകളും രൂപം കൊണ്ട സ്ഥലമാണിത്. വർണ്ണച്ചില്ലുകൾ പിടിപ്പിച്ച മനോഹരമായ 11 കിളിവാതിലുകൾ മന്ത്രശാലയ്ക്ക് ചുറ്റുമായി കണ്ടു. ഒരു മായിക ലോകം എന്നല്ലാതെ എന്ത് പറയാൻ. ഇവിടെ നിന്നും കിളിവാതിലിലൂടെ നോക്കിയാൽ 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് കാണാനാകും. ശത്രുക്കളുടെ നീക്കം മുൻകൂട്ടി അറിയാനാണ് ഈ സംവിധാനം. പഴയ കാലത്തെ റഡാർ. ഈ കൽപ്പടവുകൾ ഇറങ്ങിയാൽ ചെന്നെത്തുക അതിവിശാലമായ ഊട്ടുപുര മാളികയിലേക്കാണ്. മറ്റ് ഒരു കൊട്ടാരത്തിലും കാണാനാകാത്ത കാഴ്ച. 2 നിലകളിലുമായി 2000-ലധികം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം വിളമ്പാൻ കഴിയുന്നത്ര വിശാലമായ ഊട്ടുപുര. ഇക്കാണുന്ന ഭീമൻ ചീനഭരണികൾ സദ്യവട്ടത്തിനുള്ള അച്ചാറുകൾ സംഭരിക്കാനായിട്ടുള്ളതാണ്. ഇക്കാണുന്ന കൊട്ടാര കിണർ വളരെ നല്ല നിലയിൽ സംരക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നി. ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരത്തിൻ്റെ ഹൃദയഭാഗമായ തായ് കൊട്ടാരത്തിലേക്കാണ്. തായ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ അന്നത്തെ മഹാരാജാവ് രവീന്ദ്രവർമ്മ കുലശേഖര പെരുമാൾ പൂർത്തിയാക്കിയതായി കരുതപ്പെടുന്നു. ഈ കൊട്ടാരത്തിൻ്റെ മച്ചുകളിലെ ചിത്രപ്പണികളുടെ ഭംഗി വർണ്ണിക്കാൻ വാക്കുകൾ മതിയാകില്ല, കണ്ടു തന്നെ ആസ്വദിക്കേണ്ടതാണ്. സഞ്ചാരികളെല്ലാം നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള കാലഘട്ടത്തിലെത്തിയതുപോലെ. ഇതാണ് കൊട്ടാരത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമായ നടുമുറ്റം. കൊട്ടാരത്തിൻ്റെ നിലകളിൽ എവിടെ നിന്നാലും നടുമുറ്റവും അതിൽ സൂര്യകിരണങ്ങൾ നേരിട്ട് പതിക്കുന്നതും കാണാം. മുകളിലേക്ക് നോക്കിയാൽ നീലാകാശവും. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേക നിർമ്മിതി തന്നെ. ഇവിടെ ഒരു ഭൂഗർഭ പാത നിർമ്മിച്ചിരിക്കുന്നത് കണ്ടത് ഏറെ കൗതുകകരമായി തോന്നി. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ഈ തുരങ്കപാത ചാരോട് പാലസുമായി ഈ കൊട്ടാരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ ഒരു രക്ഷാമാർഗം. ഈ ജനലഴികളും നീണ്ട വരാന്തകളും മിനുസപ്പെടുത്തിയ തറയും കാണുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വന്നാൽ അത് തികച്ചും യാദൃച്ഛികമാണെന്ന് ഞാൻ പറയില്ല. കാരണം അത് തന്നെ. മിനുസമുള്ള തറയോടുകൂടിയ കറുത്ത നെടുങ്കൻ ഇടനാഴികളും തെക്കിനിയും രാമനാഥൻ്റെ വീടും എന്തിനേറെ നാഗവല്ലിയുടെ നൃത്തശാലയുമൊക്കെ. ഈ പടവുകൾ കയറി ചെന്നാൽ നാം എത്തുക മഹാരാജാവിൻ്റെ പള്ളിയറയിലേക്കാണ്.
മഹാരാജാവ് അന്തിയുറങ്ങുന്ന സപ്രപഞ്ചക്കട്ടിലും അതിനടുത്തുള്ള ഇരിപ്പിടവും കാണാം. 60ഓളം ഔഷധത്തടികൾ കൂട്ടിച്ചേർത്ത് കൊത്തുപണികളാൽ അലങ്കൃതമായി മനോഹരമാക്കിയ കട്ടിലാണിത്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സമ്മാനിച്ചതാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. പുരാതന കേരളീയ ശില്പകലയുടെ മൂർത്തിഭാവമാണ് മച്ചുകളിൽ കാണുന്ന ചിത്രപ്പണികൾ. വ്യാളിയുടെ തലയും മയിലിൻ്റെ ഉരുളും ചേർന്ന രൂപങ്ങൾ നിറയെ കൊത്തിവച്ചിരിക്കുന്നു. ഇത് അമ്മ മഹാറാണിയുടെ ശയനമുറിയാണ്. ഈ അകത്തളങ്ങളിലും ഇടനാഴികളിലും എത്രയോ മഹാരാജാക്കന്മാരുടെ ഉഗ്രശാസനകൾ പ്രതിധ്വനിച്ചിരുന്നു. ആ വഴികളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. പുരാതന മാതൃകയിൽ കല്ലുകൊണ്ട് പണിഞ്ഞ ടോയ്ലറ്റുകൾ, ഈ കിളിവാതിലുകൾ കണ്ടതോർക്കുന്നില്ലേ? നാഗവല്ലിയുടെ നൃത്തം ഈ കിളിവാതിലുകളിലൂടെയാണ് ഡോക്ടർ സണ്ണിയും സംഘവും വീക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും നോക്കിയാൽ നവരാത്രി മണ്ഡപവും നൃത്തശാലയിലെ നൃത്തനൃത്യങ്ങളും സംഗീത പരിപാടികളും കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വ്യക്തമായി കാണാനാകും. ഒരു ചിലങ്കയുടെ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? പേടിക്കണ്ട, അത് ഒരു വനിതാ സഞ്ചാരി നാഗവല്ലിയെ മനസ്സിൽ ആവാഹിച്ച് രണ്ടും കൽപ്പിച്ച് നടക്കുന്നതാണ്. ഇതാണ് അമ്പാരി മുഖപ്പ്. മഹാരാജാക്കന്മാർ ഉത്സവ സമയങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെ ഇരുന്നാണ്. ആന എഴുന്നള്ളിപ്പിൽ ആനപ്പുറത്തിരിക്കാൻ ഉപയോഗിക്കുന്ന ഇരിപ്പിടമാണല്ലോ അമ്പാരി. അതേ മാതൃകയിലാണ് ഈ മുഖപ്പിൻ്റെ നിർമ്മാണം. ഈ പടിക്കെട്ടുകളും നമുക്ക് സുപരിചിതം തന്നെയല്ലേ? കൊട്ടാരം സന്ദർശിക്കാനെത്തുന്ന വിദേശ അതിഥികളെ താമസിപ്പിക്കുന്ന ഇന്ദ്രവിലാസം കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണിത്. ഇവിടെ നിന്നും ദൂരേക്കുള്ള കാഴ്ച മനോഹരമാണ്. അമ്പരചുംബിയായ വേളിമല നമ്മെ നോക്കുന്നത് കാണാം. ഇവിടെ നിന്നും പുറത്തേക്ക് വീക്ഷിച്ചാൽ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വിശാലമായ ഊണുമുറിയും കുളപ്പുരയും. പടിക്കെട്ടുകൾ ഇറങ്ങി നാം എത്തുന്നത് 1-ാം നിലയിലുള്ള അതിപ്രശസ്തവും അതിപുരാതനവുമായ നവരാത്രി മണ്ഡപം അഥവാ നൃത്തശാലയിലേക്കാണ്. ചിത്രപ്പണികൾ നിറഞ്ഞ കരിങ്കൽ തൂണുകളാൽ നിർമ്മിച്ച വിശാലവും മനോഹരവുമായ നവരാത്രി മണ്ഡപം. എത്രയെത്ര നർത്തകിമാരുടെ ചിലങ്കകൾ ശബ്ദിച്ച മണ്ഡപമാണിത്. എത്രയോ സംഗീതജ്ഞരുടെ സംഗീതധ്വനികൾ മുഴങ്ങിയ സ്ഥലമാണിത്. ശ്രദ്ധിച്ചാൽ ഇപ്പോഴും നമുക്ക് രാജസംഗീതത്തിൻ്റെ ശീലുകൾ ശ്രവിക്കാനാകും. 400 വർഷങ്ങൾക്കപ്പുറമുള്ള
തിരുവിതാംകൂറിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഗൃഹാതുരത്വത്തോടെ ദീർഘനിശ്വാസത്തോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ. അനവധി പ്രജാക്ഷേമ നടപടികൾ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഇന്നലകളിലെ ജനപ്രിയ മഹാരാജാക്കന്മാർക്ക് 1 കോടി പ്രണാമം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.